ഷവറിനടിയിൽ നിന്ന് സ്ഥിരമായി മൂത്രമൊഴിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്താൻ കണ്ടീഷനിംഗ് കാരണമായേക്കാം. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോഴെല്ലാം മൂത്രമൊഴിക്കാനുള്ള തോന്നലുണ്ടാകാൻ ഇതിടയാക്കും. കാലക്രമേണ കൈ കഴുകുമ്പോഴോ പാത്രം കഴുകുമ്പോഴോ വെള്ളച്ചാട്ടത്തിനരികെ നിൽക്കുമ്പോഴോ ഒക്കെ അനിയന്ത്രിതമായി മൂത്രശങ്കയുണ്ടാകാൻ ഈ അസോസിയേഷൻ കാരണമാകും. ഇതിനെ അർജ് ഇൻകോണ്ടിനൻസ് അഥവാ അടക്കി നിർത്താനാവാത്ത മൂത്രപ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. പെൽവിക് ഫ്ലോർ പേശികളുടെ ബലക്ഷയം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് പെൽവിക് ഫ്ലോർ പേശികൾക്ക് പെൽവിക് ഫ്ലോർ മസിൽസ് കൂടുതൽ സമ്മർദ്ദം നൽകുന്നു. ഈ പേശികൾക്ക് പൂർണ്ണമായി അയവ് ലഭിക്കാത്തതുകൊണ്ട് മൂത്രാശയം പൂർണ്ണമായി കാലിയാകാതിരിക്കാൻ സാധ്യതയുണ്ട്. കാലക്രമേണ ഇത് പെൽവിക് ഫ്ലോർ പേശികളുടെ ബലക്ഷയത്തിന് കാരണമായേക്കാം. ഇത് ഭാവിയിൽ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴുമൊക്കെ മൂത്രം അനിയന്ത്രിതമായി പോകുന്ന സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മൂത്രനാളിക്ക് നീളം കുറവായതിനാൽ അണുബാധയ്ക്കുള്ള സാധ്യതയും കൂടുതലാണ്. ചർമ്മപ്രശ്നങ്ങളും അണുബാധയും. മൂത്രത്തിൽ യൂറിയ, അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൽ നേരിട്ട് പതിക്കുന്നത് പ്രത്യേകിച്ച് സെൻസിറ്റീവ് ചർമ്മമുള്ളവരിൽ ചൊറിച്ചിൽ, ചുവപ്പ്, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കാലിലോ ശരീരത്തിലോ ചെറിയ മുറിവുകളോ പോറലുകളോ ഉണ്ടെങ്കിൽ മൂത്രത്തിലെ ബാക്ടീരിയകൾ അതുവഴി ശരീരത്തിൽ പ്രവേശിച്ച് അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഒന്നിലധികം പേർ ഉപയോഗിക്കുന്ന കുളിമുറിയാണെങ്കിൽ ഷവറിൽ മൂത്രമൊഴിക്കുന്നത് ശുചിത്വപരമായി ഒട്ടും നല്ലതല്ല. മൂത്രം തറയിലും കുളിമുറിയുടെ മറ്റു ഭാഗങ്ങളിലും തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബാക്ടീരിയകൾ വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും മറ്റുള്ളവർക്ക് അണുബാധയുണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. സ്വന്തം കുളിമുറിയാണെങ്കിൽ പോലും ഇടയ്ക്കിടെ അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ബാക്ടീരിയകൾ പെരുകാൻ സാധ്യതയുണ്ട്. കുളിക്കുന്നതിന് തൊട്ടുമുമ്പ് ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ശീലം. ഇത് മുകളിൽ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ഒരുപക്ഷെ കുളിക്കുന്നതിനിടയിൽ മൂത്രശങ്കയുണ്ടായാൽ പോലും അത് ശീലമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ശീലങ്ങൾ പാലിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന പല ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കാൻ സഹായിക്കും. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.